ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 4ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറഞ്ഞ് നടത്തിയ എക്സാമിൻ്റെ ആൻസർ കീയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ബദരീങ്ങളാണ്, ബദറിൽ പങ്കെടുത്തവർ. അടുത്തത്, ഹൃദയത്തിനുള്ള മരുന്നാണെന്ത്? ഖുർആൻ. ഹൃദയരോഗത്തിനുള്ള മരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഖുർആൻ ഓതൽ എന്നാണ്. ഖബറിൽ ചോദ്യമില്ലാത്തവർ ആരാണ്? ശുഹദാക്കളാണ്. ഓപ്ഷനിൽ ശുഹദാക്കൾ എന്നതാണ് അടയാളപ്പെടുത്തുക. അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് പുരട്ടി വിഷം ഇറങ്ങി ആരുടെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം ചെയ്തു ആര്? അനസ് റളിയല്ലാഹു അൻഹു. അഭിമുഖം എന്നാണ് അർത്ഥം. എന്താണ്? മുക്കാബല. അടുത്തത്, ചെറുമ്പടി ചേർക്കാൻ. ഖത്താദ റളിയല്ലാഹു അൻഹു എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവിയപ്പോൾ കണ്ണു സുഖപ്പെട്ടു. അപ്പം അതിൻ്റെ സി എഴുതാം. അബൂജഹൽ എന്താണ്? ബദറിൽ ഖുറൈശികളുടെ തലവൻ. അപ്പം അതിൻ്റെ ഡി. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്താണ്? തോട്ടം, ബൈറുഹാ തോട്ടം കുടുംബങ്ങൾക്ക് വീതിച്ച് നൽകി. അപ്പോൾ അവിടെ അതിൻ്റെ എ എഴുതാം. അടുത്തത്, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു താബിഉകളിൽ പ്രമുഖനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇ എഴുതാം. അടുത്തതാ, അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹു എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ താമസിച്ച വീട്ടുടമ. അപ്പം അതിൻ്റെ ബി എഴുതാം. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. ദാനശീലർക്ക് ഡാഷ് വർദ്ധിക്കും. എന്താണ്? സമ്പത്ത് വർദ്ധിക്കും. ദാനശീലർക്ക് സമ്പത്ത് വർദ്ധിക്കും. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ആദ്യം ഡാഷ് എന്ന സ്ഥലത്ത് മസ്ജിദ് നിർമ്മിച്ചു. എവിടെയായിരുന്നു? കുബാ എന്ന സ്ഥലത്ത് മസ്ജിദുൽ കുബാ നിർമ്മിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ പട്ടിനേക്കാൾ മൃദുലമുള്ളതാണ്. ബദറിൽ ഡാഷ് മുശ്രിക്കുകൾ കൊല്ലപ്പെട്ടു. 70 മുശ്രിക്കുകൾ. ജിഅ്ത ഷറഫത്തുൽ മദീന. ആ തൊലാൽ ബദർ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ മദീന നിവാസികൾ ബൈത്ത് പാടുന്നുണ്ട്. അവിടെ അതിൽ നിന്നാണ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നത്. അവിടെ ജിഅ്ത ഷറഫത്തുൽ മദീന. അപ്പോൾ അവിടെ ഷറഫ്ത എന്ന് എഴുതാം. അടുത്തത്, മിൻ ഐന ഹിയ ഖാദിമത്തുൻ മിനൽ ഹജ്ജ്. അന മുസാഫിർ എന്ന പാഠത്ത് നിന്നാണ്. അടുത്തത് എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ബദറിൽ എത്ര സഹാബികൾ ഷഹീദായി? 14 സഹാബികൾ. ഖബറിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയും ആരാണ്? മുഅ്മിന്, സത്യവിശ്വാസി എന്നൊക്കെ എഴുതാം. അടുത്തത്, എല്ലാ തിന്മകളുടെയും മാതാവാണെന്ത്? മദ്യം. അടുത്തത്, വടി നിരത്തിട്ടാൽ പാമ്പാകുന്ന മോചിതത്ത് കാണിച്ച നബി മൂസാ നബി അലൈഹിസ്സലാം. അല്ലാഹു തആല സമ്പത്ത് നൽകുന്നത് എന്തിനാണ്? നമ്മെ പരീക്ഷിക്കാനാണ്. അടുത്തത്, ഉറുമ്പ് എന്നതിൻ്റെ അറബി പദം നംല് എന്നാണ് ഉറുമ്പിൻ്റെ അറബി പദം. അടുത്തതിന് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ ജുമാ നിർവഹിച്ചത് എവിടെ വെച്ചായിരുന്നു? ബനു സാലിം ബിൻ ഔഫിൻ്റെ സ്ഥലത്ത് വെച്ചാണ്. ബനു സാലിം ബിൻ ഔഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്രകൃതി എന്തായിരുന്നു? ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകാൻ കാരണം എന്തായിരുന്നു? മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും ക്രൂരമായി ഉപദ്രവിച്ചപ്പോഴാണ് മദീനയിലേക്ക് ഹിജ്റ പോയത്. അടുത്തത്, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കും ആർക്ക്? ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചവന്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിന് 2 ഉദാഹരണങ്ങൾ എഴുതുക.
അപ്പോൾ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, അവിടുത്തെ തിരുസുന്നത്ത് സംരക്ഷിക്കുക, സുന്നത്ത് പ്രചരിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് പറയുക, സ്വലാത്ത് ചൊല്ലുക, അങ്ങനെ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 2 എഴുതാനാണ് പറഞ്ഞത്, മനസ്സിലാക്കാം. അടുത്തത്, എവിടെയാണ് റൗള ഷരീഫ്? എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. അടുത്ത, അറബിയിലേക്ക് വിവർത്തനം ചെയ്യുക. എന്താണ്? അവൾ എവിടെ നിന്ന് വരുന്നു? മിൻ ഐന ഹിയ കാദിമത്തുൻ. മിൻ ഐന ഹിയ കാദിമത്തുൻ. 5 വരി കുറയാതെ എഴുതാൻ വന്നത് അവിശ്വാസികളുടെ ഖബറാണ്, അതിനെക്കുറിച്ചാണ്. എന്താണ്? നരകത്തിൻ്റെ വിരിപ്പ് അവന് നൽകും, നരകത്തിൻ്റെ വാതിൽ അവന് വേണ്ടി തുറക്കും, നരകത്തിലെ വസ്ത്രം അവന് ധരിപ്പിക്കും, നരകത്തിലെ കഠിന ചൂടും ചൂടുകാറ്റും അവൻ്റെ ഖബറിൽ വന്നെത്തും, ഖബർ ഇടുങ്ങും എന്നൊക്കെ നമ്മൾ ആ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ റിവിഷൻ ചെയ്തതിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത് നന്നായി പഠിക്കണം. ഖബർ, അവിശ്വാസിയുടെ ഖബർ, സത്യവിശ്വാസിയുടെ ഖബർ എന്നതിനെക്കുറിച്ചൊക്കെ. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.